ഈ പടം നമ്മൾ ചെയ്യുന്നു. അച്ഛനുള്ള കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ല. കടപ്പാടൊന്നും വേണ്ടായേ, എല്ലാവരും കൂടെ എന്റെ കടപ്പാടം വിപ്പിക്കാതിരുന്നാ മതി. വിജയമല്ല, വീഴ്ചയാണ് സിനിമയിൽ ആഘോഷം, അത് മറക്കരുത്. ഈ പടം വൈശാഖൻ ചേട്ടൻ വിജയിപ്പിക്കും, എനിക്ക് ഉറപ്പുണ്ട് സാറേ. അപ്പൊ അച്ഛായ പടത്തിന്റെ അനൗൺസ്മെന്റ് ഉടനെ നടത്തിക്കൂടെ? ഒരാഴ്ചയോടെ ഒന്ന് വെയിറ്റ് ചെയ്യും. എനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി തീരുമാനിക്കേണ്ടതുണ്ട്. ഓ ശരി 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 സാർ. പ്രിയൻ, ഒരു നിമിഷം. ശരി. എന്നാ സാറേ? ഈ പോക്കത്ര ശരിയല്ല. എന്നാ സാറേ? ഈ കഥ നിനക്ക് തന്നെ സംവിധാനം ചെയ്തുകൂടെ? എനിക്ക് എന്നാ സാറേ പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ല. കഥ, തിരക്കഥ, സംവിധാനം പ്രിയൻ. കഥയുടെ ക്രെഡിറ്റ് മുഴുവൻ നീ വൈശാഖിന് നൽകിയെങ്കിലും എനിക്കറിയാം മജ്ജയും മാംസവും കൊടുത്ത് ഇതിനെ ജീവനുള്ള കഥയാക്കിയത് നീയാണെന്ന്. നിന്റെ മനസ്സിൽ ഭാവനയുണ്ട്, അനുഭവമുണ്ട്. പിന്നെ സിനിമയുടെ ടെക്നിക്കൽ കാര്യങ്ങളിൽ അറിവ് കുറവായിരിക്കാം. കട്ട്, ഷോട്ട്, എഡിറ്റിംഗ്, അതിന് നല്ലൊരു അസോസിയേറ്റിനെ ഞാൻ തരാം. എന്താ പ്രിയ, സിനിമയിൽ വ്യക്തികളില്ല, പ്രോജക്റ്റാണ് പ്രധാനം. നല്ല പ്രോജക്റ്റുകൾ നടപ്പിൽ വന്നാലേ സിനിമ നിലനിൽക്കൂ, അത് മനസ്സിലാക്കുക. നീ പടം ചെയ്യണം. വൈശാഖനെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. അച്ഛൻ എന്തിനു വിളിപ്പിച്ചേ? അതൊന്നുമില്ല, വാ വാ. പ്രിയൻ നല്ലവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, അതൊക്കെ ശരി. പക്ഷേ അവനിപ്പോ ഒരു സിനിമാക്കാരനാണ്. സിനിമയിൽ പ്രൊഡ്യൂസറെ പിടിക്കുന്നത് തല ഉപയോഗിച്ചിട്ടല്ല, നാവ് കൊണ്ടാ. സാറിന്റെ കഥ സുന്ദരമായി അവ അവതരിപ്പിച്ചത് കണ്ടോ? അവ സാറിനെ അട്ടിമറിക്കും. അതിന്റെ രഹസ്യ ചർച്ചകളായിരിക്കും അകത്ത് നടന്നത്. അച്ചായനെ കണ്ടിട്ട് പുറത്തു വന്നപ്പോ അവന്റെ മുഖത്തൊരു കള്ളലക്ഷണം കണ്ടില്ലേ? സാർ എഴുതി വെച്ചോ, ഈ പ്രോജക്റ്റ് അവൻ തന്നെ സംവിധാനം ചെയ്യും, അവൻ തന്നെ നായകനാവും, നായിക അവന്റെ പെണ്ണും. മോളെ, മോളെ. ഇത് മീരെ കാണിക്കും. ട്രെൻഡി ആണെന്നൊക്കെ തീരുമാനിക്കട്ടെ. കഴിഞ്ഞ തവണത്തെ പോലെ നിനക്ക് മാച്ചില്ലാന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുകൊടുക്കാൻ വയ്യ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവൾക്ക് വാങ്ങാനുള്ള ഡ്രസ്സിന്റെ കാശ് മീരെ ഏൽപ്പിച്ചാൽ മതിയെന്ന്. ഇവൾക്ക് മോഡേൺ ഡ്രസ്സൊക്കെ ചേരുന്നേ. ഇത് കുഴപ്പമില്ല. ഇത് നിനക്ക് സാരി കൊള്ളാലോ. ആദ്യമായിട്ടാണല്ലോ ഇവൾക്ക് സാരി വാങ്ങി കൊടുക്കുന്നത്. ഇവിടെ കാണാനേ എന്റെ വുഡ് ബി സണ്ണിൻ ലോയും വീട്ടുകാരും വ്യാഴാഴ്ച വരുന്നുണ്ട്. ഇത് അന്നത്തേക്കാ. ഇവളെയും കൂട്ടിക്കൊണ്ടുപോയി എടുക്കാമെന്ന് വെച്ചാ സിമ്പിൾ ഡ്രസ് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും. പ്രത്യേക ഒക്കേഷന് വേണ്ടിയുള്ളതാ, ഒരു തിളക്കൊക്കെ വേണ്ടേ? ഇരു കൂട്ടർക്കും പരസ്പരം അറിയാം, ഒക്കെ ശരി തന്നെ. എന്നാലും പെണ്ണ് കാണൽ ചടങ്ങെന്നൊക്കെ പറയുമ്പോ പെൺമക്കളുടെ അച്ഛനമ്മമാർക്ക് ഒരു സന്തോഷമില്ല മോളെ. അതെ, ഞങ്ങളുടെ തൃപ്തിക്കാന്ന് കരുതിയാ മതി. അച്ഛാ പ്ലീസ്, എനിക്ക് പഠിത്തം കഴിഞ്ഞിട്ട് മതി. മോളെ, നീ ആവശ്യമില്ലാതെ ശാഠ്യം പിടിക്കരുത്. അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ പറയാൻ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. നോക്ക്, ഞങ്ങൾ തരുന്ന സ്വാതന്ത്ര്യവും സ്നേഹവും പിടിവാശി കാണിക്കാനുള്ള ലൈസൻസ് ആക്കരുത്. അച്ഛ, എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് വിവാഹത്തെ താല്പര്യമില്ല. എന്തുകൊണ്ട്? എന്താ മോളെ നീ പറയുന്നത്? എനിക്ക് വിവാഹം വേണ്ട, അത്ര തന്നെ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അങ്കിൾ, ഞാൻ പറയാം. മീരയ്ക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ആരാവൻ? പണിയൊക്കെ ഇന്ന് നേരത്തെ കഴിഞ്ഞു.
അയ്യോ. നീയാണോടാ പ്രിയൻ? ആ അതെ. എന്റെ വീട്ടിൽ കയറി ആളാവാൻ ശ്രമിച്ചാൽ കത്തിച്ച് കളയും ഞാൻ. സാറിന് തന്നെ ഇതിന് കുഴപ്പമുണ്ടോ? എന്തടാ? അയ്യോ ദേ, അവനോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. കൾച്ചർ ഇല്ലാത്ത വർഗ്ഗങ്ങൾ. കൾച്ചറില്ലാതെ എനിക്കല്ല നിങ്ങൾക്കാ. എല്ലാം കെട്ടിപ്പറക്കി വിട്ടോണം മലയിലേക്ക്. ഇനി ഇവിടെ കാണുകയോ ശല്യപ്പെടുകയോ ചെയ്താലേ ഈ ലോകത്തുണ്ടാവില്ല നീ. ആ, അത് ശരി. എന്നാ പിന്നെ ഒന്ന് കാണണമല്ലോ. നീ എന്നെ വിട്. അവിടെ എന്തൊക്കെ ബഹളം? ഇത് ഞാൻ deal ചെയ്തോളാം. എന്താ അവിടെ പ്രശ്നം? എന്തുവാ മുകളില്? വിടെന്നെ. എന്താ ലോഡ്ജിലൊരു വൈബ്രേഷൻ? ചേട്ടായി ഞാൻ ആരെ അയാൾ എന്റെ കാണിച്ചു അടുത്ത് പറയുക മീനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്നെ കൊന്നു കളയുന്നു. അതെ ശരി. എനിക്ക് ചോദിക്കാനും പറയാൻ ആളുകളുണ്ട് കേട്ടോ. പ്രസന്നത ഇന്ന് കഴിച്ചില്ല. നീ ചോദിക്ക്, കൊല്ലുമെന്ന് അറിയണല്ലോ. വിടെന്നെ. അതെ, ഞാൻ മീനെ കാണാൻ സംസാരിക്കും. അത് ചോദിക്കാൻ താൻ ആരുവാ? പോടാ. ഞാനേ അവളെ കെട്ടാൻ പോകുന്നു. ഇവനെ കാണുന്നത് നീ- അളിയന്റെ സ്ഥാനത്ത് നിന്ന് കതിർ മണ്ഡപത്തിൽ വലം വെപ്പിക്കാൻ ഞാനുണ്ടാവും. പ്രിയ, എവിടുന്ന സ്വർണ്ണം എടുക്കേണ്ടത്? ആഘോഷമായിട്ട് തുണി എടുക്കാൻ ചെന്നൈ പോണം. ആദ്യത്തെ കല്യാണല്ലേ? പ്രിയ പോ. ഇത് ഞാൻ പറയാം. ഓടിയെടുത്ത്. എന്റെ പെണ്ണിനെ തൊട്ടാണ്ടല്ലോ കൊന്നുകളയും ഞാൻ തന്നെ. പ്രിയ ഞാനല്ലേ പറയുന്നേ. പോ. നിന്നെ ഞാൻ അവിടെ വന്ന് വിളിക്കും. നീ എന്റെ കൂടെ ഇറങ്ങി വന്നേക്കണം. എന്നെ വിട്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ മോഹം നടക്കില്ലടാ. എന്നത്താകുമ്പോ ചാവോ? എന്നെ വിടാൻ. ചേട്ടായി എനിക്കാകെ ടെൻഷൻ ആവുക. അയാള് അവിടെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കളയോ? അയാളുടെ മനസ്സിൽ അപ്പടി ദുഷ്ടവിചാരങ്ങളായിരിക്കും. ചേട്ടായി ഒരു കാര്യം ചെയ്യാവോ? ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വേണ്ട ഏർപ്പാടുകളൊന്ന് ചെയ്യ്. നീ ഒന്ന് വിളിച്ചെടുക്കാൻ പോയാ? ഞാനും വരണ. ഒന്നും വേണ്ട ചേട്ടായി പറഞ്ഞു ഒന്ന് അറേഞ്ച് ചെയ്യ്. അയാള് പറയുവാ എന്റെ മുഖം നടക്കുകയല്ല. ഒന്ന് കാണണല്ലോ. എന്താ എന്താ പ്രശ്നം? ഇത് എന്താണ്? ഹ, ഞാനൊരു പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടതേ അതിനെ കെട്ടാൻ വേണ്ടി തന്നെ. പിന്നെ പ്രിയ നമ്മുടെ ശോഭൻ എന്താ ഒരു വെപ്രാളം? ഞാൻ ജീവിതത്തിൽ ആരോടും ദുഷ്ടത്തരം കാണിച്ചിട്ടില്ല. ദുഷ്ടത്തരം കാണിക്കുന്നവരെ വെറുതെ വിടുത്തൂല്ല. ലക്ഷ്മി കൊച്ചേ സാർ വന്നായിരുന്നോ? എന്താ പ്രിയ? അത് ഞാനൊരു പെങ്കൊച്ചൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ മീര? അവളെ ഇപ്പൊ എനിക്ക് വിട്ടുതരത്തില്ലെന്ന്. എന്റെ കാര്യം ഒന്ന് അറിയണമല്ലോ. എന്താ കാര്യം? ആ, എന്താ പ്രിയ? എന്തിനാ നീ ബഹളം വെക്കുന്നത്? നിങ്ങൾ എല്ലാരും കൂടി ഒന്ന് പറയണം. രാജുവേട്ട, രാമേന്ദ്രൻ ചേട്ടാ, ലക്ഷ്മി, നീനു എല്ലാരും ഒന്ന് വാന്നേ. എന്താ കാര്യം എന്ന് പറഞ്ഞേ? ആരും ഒന്നും പറഞ്ഞിരിക്കാൻ സമയമില്ലെന്നേ. എല്ലാരും കൂടി അവളെ മാറ്റിക്കളയും. വട്ടാകുക. നിങ്ങൾ മറ്റേ കരക്കടുശിയുടെ അപേക്ഷ നാളല്ലയോ? അതെ. നിൽക്ക് കേട്ടോ. എന്നാലും തന്നെ സാറിനെ കൂടി സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാരും വിളിച്ചു കൂട്ടി ഒരു കല്യാണമൊക്കെ ആഗ്രഹിച്ചിരുന്നതാ. ഇനിയിപ്പോ രജിസ്റ്റർ മാരേജ് നടക്കത്തുള്ളൂ. സ്വപ്നങ്ങൾ സത്യമാവില്ലെന്ന് സമാധാനിക്കാം. അല്ലാണ്ട് തന്നെ ഞാൻ ഇത് കളക്ടറിന് കൊടുത്താൽ മതി. ശരി സാർ. ഞാൻ ആ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലാന്ന് വിചാരിച്ചാന്നേ. പക്ഷെ ഇതൊരു പെങ്കൊച്ചിന്റെ ഭാവിയുടെ കാര്യമായി പോയില്ലയോ? വേണ്ടപ്പെട്ടവരായിട്ട് വേണ്ടേ കയറി ചെല്ലാൻ? എനിക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് അവരറിയട്ടെ. അവളും അറിയണം. നീ വാ വാസു, സാർ. വണ്ടി ഇടറാ. ശരി. നടക്ക.